സൈനു തനിക്ക് ഇടാനുള്ള ഡ്രസ്സുകളെല്ലാം ഒരു വലിയ ബാഗിലാക്കി പിറ്റേന്ന് തന്നെ ഹാജിയുടെ വീട്ടിൽ ജോലിക്ക് കയറി. അവിടെ എത്തിയ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ സൈനു അവിടെയുള്ള വീട്ടിലെ ചിട്ടകളും ആ വീട്ടിലുള്ള രീതികളും ആ വീട്ടിലുള്ളവരെ കുറിച്ചുമെല്ലാം മനസ്സിലാക്കി. കോടീശ്വരനായ മുഹമ്മദ് ഹാജിക്കും ഹജ്ജുമ്മക്കും 3 മക്കളാണുള്ളത്. 2 പെണ്ണും ഒരാണും. 2 പെൺകുട്ടികളും കല്യാണം കഴിച്ച് ഭർത്താവിനും മക്കൾക്കുമൊപ്പം ദുബായിലാണ്. മകൻ ഷാജഹാൻ ഫാമിലിയുമൊത്ത് അമേരിക്കയിലാണ്. മകൻ ഷാജഹാന് 3 മക്കളാണുള്ളത്. മൂത്തവൾ റഹന, അവൾക്കിളയത് 2 ആൺകുട്ടികളാണ്. മൂത്തവളായ റഹന 18 വയസ്സ് തികഞ്ഞ ഒരു സുന്ദരിക്കുട്ടിയാണ്. അവളുടെ കല്യാണമാണ് വരുന്ന മാസം നടക്കുന്നത്. ഷാജഹാനും ഭാര്യയും റഹനയുടെ ഇളയ 2 സഹോദരന്മാരും വർഷങ്ങളായി അമേരിക്കയിലാണ്. ഷാജഹാൻ അവിടെ കോടികളിറക്കി ബിസിനസ് ചെയ്ത് പണം കൊയ്യുകയാണ്. റഹന കൂടുതലും നിൽക്കുന്നത് വല്യുപ്പയായ ഹാജിയുടെയും വല്യുമ്മയായ ഹജ്ജുമ്മയുടെയും കൂടെയാണ്. അവൾക്ക് തോന്നുമ്പോൾ അവൾ അമേരിക്കയിൽ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും സഹോദരങ്ങൾക്കുമൊപ്പം അമേരിക്കയിൽ പോയി നിൽക്കും. എങ്കിലും കൂടുതൽ അവൾ നിൽക്കുന്നത് ഹാജിക്കും ഹജ്ജുമ്മയ്ക്കും ഒപ്പമാണ്. അമേരിക്കയിൽ തനിക്കൊപ്പം പാർട്ട്ണറായി ബിസിനസ് ചെയ്യുന്ന കൂട്ടുകാരൻ്റെ മകനാണ് റഹ്നയെ കല്യാണം കഴിക്കുന്നത്. ഹാജിയുടെ വീട്ടിനെക്കുറിച്ചുള്ള ഒരു വിശകലനം ജോലിക്കാരികളിൽ നിന്ന് സൈനു മനസ്സിലാക്കി. ജോലിക്കാർക്കെല്ലാം ഹജ്ജുമ്മയെക്കുറിച്ചും ഹാജിയെക്കുറിച്ചും നല്ല മതിപ്പാണ്. അവർ ഇവരെക്കുറിച്ച് നല്ലത് മാത്രമാണ് പറയുന്നത്. ഹജ്ജുമ്മയുമായി കൂടുതൽ ഇടപെട്ടപ്പോഴാണ് അവർ എത്ര നല്ല സ്ത്രീയാണെന്ന് സൈനുവിന് മനസ്സിലായത്. തന്നെക്കുറിച്ച് ആദ്യം കണ്ട വേളയിൽ മാത്രം ചോദിച്ചതാണ്. പിന്നെ ഒന്നും ചോദിച്ചിട്ടില്ല. തനിക്ക് എന്തോ വേദന ഉണ്ടെന്ന് തോന്നിയിട്ടാവും അവർ ഒന്നും പിന്നെ ചോദിക്കാൻ നിന്നിട്ടില്ല. വീട്ടുജോലിക്കാരോട് സ്വന്തക്കാരോടെന്ന പോലെയാണ് ഹജ്ജുമ്മ ഇടപെടുന്നത്. ഹാജിയും അങ്ങനെ തന്നെ. റഹന എന്ന കല്യാണപ്പെണ്ണും ജോലിക്കാരോടെല്ലാം ഒരു അകൽച്ചയോ പൊങ്ങച്ചമോ ഒന്നും കാണിക്കാതെ സ്വന്തക്കാരോടെന്ന പോലെയാണ് പെരുമാറുന്നത്. വന്ന അന്ന് മുതൽ തന്നോടും അങ്ങനെ തന്നെ. അവളുടെ ഉമ്മയും അങ്ങനെ തന്നെ ആവുമെന്ന് സൈനുവിന് തോന്നി. ദിവസങ്ങൾ കഴിയവേ ഹാജിയുടെ ബംഗ്ലാവിൽ കുടുംബക്കാരുടെയും അയൽവാസികളുടെയും അലതല്ലലായി. വെപ്പുമുറിയിൽ വെപ്പുകാരികൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണെങ്കിലും നാട്ടുവർത്തമാനത്തിന് ഒരു കുറവുമില്ല. സൈനു അവർക്കൊപ്പം ഇരുന്ന് ഓരോന്നും മുറിച്ചു കൊടുത്ത് ഇങ്ങനെ അവർ പറയുന്നതൊക്കെ കേട്ടിരിക്കുന്നു. നാട്ടുവാർത്തകളും വീട്ടിലെ കാര്യങ്ങളുമൊക്കെയാണ് അവർ കൂടുതലും പറയുന്നത്. സ്വന്തം വീടുകളിലെ ഭർത്താവിൻ്റെയും മക്കളുടെയും കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കാൻ ഇഷ്ടപ്പെടാതെ സൈനു വേദനയോടെയാണ് കേൾക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവൾ വാടിയ മുഖത്തോടെ ഒന്നും പറയാതിരിക്കും. അല്ല, ഇവിടെ ബന്ധുക്കളും കുടുംബക്കാരും ഒക്കെ വരികയും പോവുകയും നിൽക്കുകയൊക്കെ ചെയ്യൽ തുടങ്ങി. പെണ്ണിൻ്റെ ഉമ്മയും വാപ്പയും ഒന്നും തരാം അമേരിക്കയിൽ നിന്ന് വന്നില്ലല്ലോ, അനിയന്മാരൊന്നും വന്നില്ലല്ലോ. ഇപ്പോഴാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്, കാണാൻ പൂതിയാണ്. ഒരു ജോലിക്കാരി ഉള്ളി അരിയുന്നതിനിടയിൽ പറഞ്ഞു. അത് കേട്ട് വേറൊരുത്തി പറഞ്ഞു, അതറിഞ്ഞില്ലേ, ഒരു നാളെ വരുന്നുണ്ട്. ഹജ്ജും ഇന്നലെ പറഞ്ഞു എന്നോട്. ഹജ്ജും ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാ. ആണോ, നാളെ വരുന്നുണ്ടോ? ഉള്ളി അരിയുന്നവളുടെ മുഖത്ത് അത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് പൂത്തിരി പോലെ കത്തി. എന്തോ ഒരു നല്ല പെൺകുട്ടിയാണെന്നറിയാം ആ ഷാജഹാൻ്റെ പെണ്ണ്. എനിക്ക് എന്തോ ഒരു ഇഷ്ടം. എപ്പോഴായാലും എനിക്കിങ്ങനെ പൈസ തരും എൻ്റെ കയ്യിൽ. എപ്പം വന്നാലും എനിക്ക് പൈസ തരും. നല്ലൊരു പെൺകുട്ടിയാണോള്. ജോലിക്കാരെല്ലാം ഷാജഹാൻ്റെ ഭാര്യയെക്കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞ് വർണ്ണിക്കാൻ തുടങ്ങിയപ്പോൾ സൈനുവിന് ആ പെണ്ണിനെ കാണാൻ സൈനുവിന് തിടുക്കമായി ഷാജഹാൻ്റെ ഭാര്യയെ കാണാൻ. പിറ്റേന്ന് രാവിലെ തന്നെ ഹാജിയും ഭാര്യയും റഹനയും കുറച്ച് ബന്ധുക്കളും
ഷാജഹാനെയും കുടുംബത്തെയും വരവേൽക്കാൻ എയർപോർട്ടിലേക്ക് പോയി.